ഹലോ അസ്സലാമു അലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഗുലാബ് ജാമുനാണ്. ഞാനിത് മിൽക്ക് മിസ്റ്റിൻ്റെ പൊടി കൊണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിക്ക് മുമ്പ് എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗുലാബ് ജാമുനാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ ഗുലാബ് ജാമുൻ്റെ പാക്കറ്റാണ്. അത് 175 ഗ്രാമിൻ്റെ പാക്കറ്റാണ്, 2 പാക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് മൈദയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ പാക്കറ്റിലത്തെ പൊടി പൊട്ടിച്ചിടാം. ഞാൻ ഇതിനകത്തേക്ക് ഒരു 250 ml കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തന്നെ 1 കപ്പ് നമ്മുടെ അമൂല്യൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പാല് കാച്ചി വെച്ചേക്കണായിരുന്നു. ആ പാല് കാച്ചിയതിൽ നിന്ന് കുറച്ച് ചെറിയ നേരിയ ചൂടിൽ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചിട്ട് ഈ പാലിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് വേണം കേട്ടോ കുഴക്കാൻ, അല്ലെങ്കിൽ കൂടിപ്പോയാൽ പാടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ. നമുക്ക് ഇതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചതിന് രണ്ട് 3 മണിക്കൂർ ഇത് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതൊന്നുകൂടെ അത്രയും നേരം വരെ ഇരിക്കുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആകും ഇത്. എന്നാലേ നമുക്കിത് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിത് ഒരു 3 മണിക്കൂറോളം ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. നമുക്കെല്ലാം ഇതുപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. പെട്ടെന്ന് അപ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. എല്ലാം ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. കണ്ടാ, ഇതുപോലെ ആക്കിയെടുത്ത് ഇനി നമുക്കിതൊന്ന് ഓയിൽ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ എല്ലാം ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. നമ്മൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം കളറ് മാറുള്ളൂ. ഇത് പെട്ടെന്ന് മറിച്ചിട്ടാൽ അത് മറിഞ്ഞ് വരേയില്ല. ഒരു ഭാഗം മാത്രം ബ്രൗൺ കളറാകും. അപ്പം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എണ്ണയിൽ നിന്ന് ഇങ്ങനെ കോരി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ ഭാഗവും ഒരേ കളറായിട്ട് വരും. ഗുലാബ് ജാമുൻ്റെ നമ്മുടെ ഇതുണ്ട ഇതിൻ്റെ കളറെല്ലാം മാറി വന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. നല്ലോണം എണ്ണ വാർന്ന് വന്നം. ഗുലാബ് ജാമുൻ്റെ ഇതെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. നമുക്ക് പഞ്ചസാര സിറപ്പ് നല്ലോണം തിളച്ചിരിക്കണേ. നമുക്ക് ഇനി ഗുലാബ് ജാമുൻ്റെ ബോൾസ് എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഈ ചൂടിൽ കിടന്ന് ഇതെല്ലാം നല്ലതുപോലെ വീർത്ത് വരുന്നു.
അപ്പം നമുക്ക് അതുവരെയും വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗുലാബ് ജാമുനൊക്കെ തയ്യാറായിട്ടുണ്ട്. ഞാൻ രാത്രി ഉണ്ടാക്കിയിട്ട് സിറപ്പിൽ ഇട്ട് വെച്ചതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ട. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടത്. അപ്പം ഈ ചെറിയൊരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.